2016 വരെയുള്ള UDF കാലത്ത് കേരളം തകർന്നു കിടക്കുന്നതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ഈ റോഡ് ഈ നിലയിൽ ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമായിരുന്നോ? ഇങ്ങനൊരു മാറ്റം ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും ഊഹിച്ചിരുന്നോ? കൊണ്ട് 2016 LDF വന്നിരുന്നില്ലെങ്കിൽ ഈ റോഡ് നാഷണൽ ഹൈവേ ഇന്നത്തെ നിലയിൽ കാണുമായിരുന്നോ? അതും തടയാൻ പറ്റുമെന്ന് ചിലർ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തടയാൻ കഴിയുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിശ്ചയിച്ചതുപോലെ നടത്തും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് യാതൊരു സംശയവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പാവപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എന്ന നിലക്ക് 1600 രൂപ കൊടുക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വക്താക്കൾ വന്ന് പറഞ്ഞല്ലോ അത് കൊടുക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ ഇത്രയും തുക എങ്ങനെ കൊടുക്കുന്നു? കൊടുക്കുന്നെങ്കിൽ തന്നെ ഇത്രയധികം തുക കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ അത് അംഗീകരിച്ചോ? അതിനകത്ത് അവരുടെ നയത്തിൻ്റെ ഭാഗം. ഇവിടെ ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാർ സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. LDFൻ്റെ നയമാണ്. അതുകൊണ്ടാണ് നേരത്തെ 600 രൂപ ഉണ്ടായിരുന്നത് 1600 വർദ്ധിപ്പിച്ചത്. രാജ്യങ്ങളുടെ ഒരു പട്ടിക, ദരിദ്രരുടെ കണക്കെടുത്തുകൊണ്ട് രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കിയപ്പോൾ നമ്മൾ കിടക്കുന്നത് 105-ാം സ്ഥാനത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ആ പട്ടികയിൽ. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ട്, നമ്മുടെ തൊട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളുണ്ടല്ലോ, തൊട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. നമ്മളെക്കാളും വളരെ മുന്നിലാണ് അവരൊക്കെ. SDPI നേരെ പറയുന്നു, ഞങ്ങളാണ് വിജയത്തിൻ്റെ നേരവകാശികൾ. അതിൻ്റെ കൂടെ അതിന് മേലൊപ്പ് ചാർത്താൻ ലീഗും കോൺഗ്രസും തയ്യാറാകുന്നു. ഇവിടെയെല്ലാം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതെല്ലാം തരത്തിലാണ് കാര്യങ്ങൾ നടന്നത്? എവിടത്തേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്? ഏതു തരത്തിലുള്ള വികാരമാണ് ഉയർത്താൻ നോക്കുന്നത്? മതനിരപേക്ഷതയുടെ വികാരമാണോ? വർഗീയതയുടെ വികാരമാണോ? എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം മാത്രമല്ല, ഏതാനും വോട്ടുകളുടെ വിഷയം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. വർഗീയതയ്ക്ക് ഒരു തരത്തിലും മാന്യത കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൗർബല്യമുണ്ടാകും. ആ ദൗർബല്യം പരിഹരിക്കുന്നതിന് വർഗീയതയുടെ സംഘടനാശേഷിയല്ല ഉപയോഗിക്കേണ്ടത്. വർഗീയ ശക്തികൾക്ക് അവരുടേതായ സംഘടനാശേഷി ഉണ്ടാവും. അത് പ്രത്യേകമായ രീതിയിൽ അവർ ആർജിക്കുന്നതാണ്. അത് മാതൃകയാക്കിയെടുക്കലല്ല മതനിരപേക്ഷ ശക്തികൾ ചെയ്യേണ്ടത്. മതനിരപേക്ഷ ശക്തികളുടെ നിലപാടിലൂടെ വർഗീയതയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ അത്തരമൊരു ശ്രമം ഉണ്ടായോ? ഏതെല്ലാം തരത്തിലുള്ള മാന്യതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും ഈ പറഞ്ഞ SDPIക്കും കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായത്? എന്തൊരു മെയ്യഭ്യാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? ആ മെയ്യഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു വശത്ത് ഭൂരിപക്ഷ വർഗീയത, മറുവശത്ത് ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയത. ഇവരെയും കൊണ്ട് ഒന്നിച്ചു നീങ്ങാൻ കഴിയുമെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത്? അത്യന്തം ആപൽക്കരമായ ഒരു നിലയാണ് ഇവർ സ്വീകരിച്ചു പോകുന്നത് എന്നത് നാം കൃത്യമായി ഉൾക്കൊള്ളണം. ഇത് നാടിനാപത്തായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു പാർട്ടിയാണ്. കാരണം മുസ്ലിം ബഹുജനങ്ങൾ എടുത്താൽ മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി വിഭാഗം എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ ഞങ്ങൾ മുസ്ലിമിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന്. ഇതാണോ മുസ്ലിമിൻ്റെ താല്പര്യം സംരക്ഷിക്കൽ? ഈ രാജ്യമാകെ ന്യൂനപക്ഷത്തിനെതിരെ വേട്ടയാടൽ നടക്കുന്നു. ഈ രാജ്യമാകെ ന്യൂനപക്ഷത്തെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാൻ കഴിയുമെന്നത് നോക്കി നടക്കുന്നു. ആ ഘട്ടത്തിൽ വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലപാട് അത് ന്യൂനപക്ഷങ്ങൾക്കാണ് ആപത്തായി വരുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾക്ക് താൽക്കാലിക സീറ്റ് ലാഭമുണ്ടാകുമ്പോൾ അതിൻ്റെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള ആപത്ത്,
പൊതുവായി ന്യൂനപക്ഷങ്ങൾക്കാണ്. നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ആക്രമിക്കപ്പെടുകയല്ലേ? മുസ്ലിം മാത്രമാണോ? ക്രിസ്ത്യാനി വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയല്ലേ? ഇതെല്ലാം കാണേണ്ടതല്ലേ? അത് കണ്ടുകൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചു പോകേണ്ടത്? ആ നിലപാട് സ്വീകരിക്കാത്തത് അങ്ങേയറ്റം അപകടകരമായതാണ്, നാടിനാപത്താണ്, നിങ്ങൾക്ക് സ്വയം ആപത്ത് വരുത്തി വെക്കുന്നതാണ്. ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങളെ വലിയ തോതിൽ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ് എന്നത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ട പാർട്ടികൾക്ക് കഴിയണം എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് പരിശോധിച്ചാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്താകെ ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷത്തിന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അത് കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്. കേരളത്തിലെ LDF ഗവൺമെൻറ് പ്രത്യേകത എന്താണ്? കേരളത്തിലെ LDF ഗവൺമെൻറ് രാജ്യത്താകെ നടപ്പാക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല. ആ പ്രത്യേകത നല്ലതുപോലെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് നടപ്പാക്കുന്നത് എന്താണ്? നവ ഉദാരവൽക്കരണ നയമാണ്. അതിൻ്റെ ഏറ്റവും വലിയ വക്താവായാണ് നരേന്ദ്രമോദി നിലകൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ജനങ്ങൾക്കെതിരായ വിവിധ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇത് അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുന്നൊരു ഗവൺമെൻറ് അല്ല LDF സർക്കാർ. രാജ്യത്ത് ഈ നയം അംഗീകരിക്കാത്ത ഏക ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞാലും ആശ്ചര്യമൊന്നുമില്ല കേട്ടോ. അതാണ് വസ്തുത. അതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. നവ ഉദാരവൽക്കരണ നയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ പൊതുവായ ജനങ്ങളുടെ സാഹചര്യം, ആ സാഹചര്യത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചത് ഈ നയമാണ്. ഇന്ന് ഇന്ത്യ ലോകത്തെടുത്താൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ്. ഇത്തരമൊരവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം അത് നോക്കിയാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. ഇതാണ് അവസ്ഥ. യാഥാർത്ഥ്യം അതാണ്. അതിൻ്റെ ഭാഗമായി രാജ്യങ്ങളുടെ ഒരു പട്ടിക, ദരിദ്രരുടെ കണക്കെടുത്തുകൊണ്ട് രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കിയപ്പോൾ നമ്മൾ കിടക്കുന്നത് 105-ാം സ്ഥാനത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ആ പട്ടികയിൽ. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ട്, നമ്മുടെ തൊട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളുണ്ടല്ലോ, തൊട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. നമ്മളെക്കാളും വളരെ മുന്നിലാണ് അവരൊക്കെ. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയുണ്ടായത്? ഈ നയം അതിതീവ്രമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാട്ടിലെ, രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർക്കപ്പെടുന്നത്. ജനങ്ങളുടെ പൊതുജീവിതം തകരുന്നു. കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, ഒരു തരത്തിലുള്ള സഹായങ്ങളും നൽകുന്നില്ല. ഉള്ളതെല്ലാം വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നു. ഈ നയം BJP ആണ് നടപ്പാക്കുന്നതെങ്കിൽ BJPയുടെ മാത്രം നയമാണോ ഇത്? ഈ നയം ആരുടേതാണ്? ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്? കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ ഒരു കാലത്ത് തുടക്കം കുറിച്ചതാണ്. അനുഭവത്തിനത് പെശകായി കണ്ടു.
ഞങ്ങളത് മാറ്റുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും പറയുന്നുണ്ടോ? ഇപ്പോഴും അതേ നയത്തിലല്ലേ? ഇപ്പം നമ്മുടെ അനുഭവം 2016 മുൻപുള്ള 2011-16 കാലം ഇവിടെ UDF ഗവൺമെൻറ് ആയിരുന്നല്ലോ. ഇവിടെ UDF ഗവൺമെൻറ് ഉള്ള കാലത്ത് കേന്ദ്രത്തിൽ 2 ഗവൺമെൻറ് ഉണ്ടായി. ആദ്യത്തത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, പിന്നത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റും അംഗീകരിച്ചത് ഈ നവ ഉദാരവൽക്കരണ നയമാണ്. ആ നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഫലം എന്താ? നമ്മുടെ നാട് അന്ന് അനുഭവിച്ച ഗതികേടെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? തകരാത്ത ഏതെങ്കിലും മേഖലയുണ്ടായോ? അന്ന് ജനങ്ങളാകെ ശപിച്ചു കഴിയായിരുന്നില്ലേ? ആ അവസ്ഥയിൽ എത്തിച്ചത് ഈ നയമാണ്. ഇപ്പോ രാജ്യത്ത് മറ്റൊട്ടേറെ സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങളെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇതേ നയമല്ലേ അവിടെ നടപ്പാക്കുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അതിദരിദ്ര കുടുംബങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ആ അതിദരിദ്ര കുടുംബങ്ങളെ നോക്കിയപ്പോൾ 64,006 കുടുംബമാണ്. ഏകദേശം 3 വർഷം മുൻപുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അത് പരിശോധിച്ചപ്പോൾ LDF അത് ഗൗരവമായി കണ്ടു. ആ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നിലപാടെടുത്തു. സർക്കാർ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് 2025 നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 2025 നവംബർ 1. ആ നവംബർ 1 ആകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കേരളമെന്ന സംസ്ഥാനം അതിദരിദ്ര കുടുംബങ്ങളൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമായി മാറും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണത് കഴിയുന്നത്? അത് കഴിയുന്നത് ബദൽ നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയമാണ് നടപ്പാക്കുന്നത്. ഇപ്പൊ ഞങ്ങള് പാവപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എന്ന നിലക്ക് 1600 രൂപ കൊടുക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് വക്താക്കൾ വന്ന് പറഞ്ഞല്ലോ അത് കൊടുക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ ഇത്രയും തുക എങ്ങനെ കൊടുക്കുന്നു? കൊടുക്കുന്നെങ്കിൽ തന്നെ ഇത്രയധികം തുക കൊടുക്കേണ്ടതില്ല. ഞങ്ങള് അത് അംഗീകരിച്ചോ? അതിനകത്ത് അവരുടെ നയത്തിൻ്റെ ഭാഗം. ഇവിടെ ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാർ സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. LDFന്റെ നയമാണ്. അതുകൊണ്ടാണ് നേരത്തെ 600 രൂപ ഉണ്ടായിരുന്നത് 1600 വർദ്ധിപ്പിച്ചത്. അത് കൃത്യമായി നൽകാനായിരുന്നു പെൻഷൻ കമ്പനി ഉണ്ടാക്കിയത്. അതിനാണ് തടയിടാൻ നോക്കിയത്. പെൻഷൻ കമ്പനി വാങ്ങുന്ന പണം സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ വരുമാനം തടയലായിരുന്നു ഉദ്ദേശിച്ചത്. എങ്കിലും കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കലും ശ്വാസം മുട്ടിക്കലും വന്നപ്പോൾ ചില കുടിശ്ശികകൾ വന്നു. സർക്കാർ പറഞ്ഞു ആ കുടിശ്ശികയടക്കം കൃത്യമായി കൊടുത്തു തീർക്കും. മാസം തോറും കൃത്യമായി പെൻഷൻ നൽകുന്നവരെ സ്വീകരിക്കും. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ വർഷം 2 ഗഡുക്കൾ കുടിശ്ശിക കൊടുത്തു തീർത്തില്ലേ? അപ്പോൾ എന്താണോ LDF പറയുന്നത് അത് അതേ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. 2016 വരെയുള്ള UDF കാലത്ത് കേരളം തകർന്നു കിടക്കുന്നതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ഈ റോഡ് ഈ നിലയിൽ ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമായിരുന്നോ? ഇങ്ങനൊരു മാറ്റം ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും ഊഹിച്ചിരുന്നോ? അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ വടകരയിൽ നിന്ന് കോഴിക്കോട് പോക്കാണെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കേണ്ടി വരും എന്ന കണക്കൂട്ടലല്ലേ നിന്നിരുന്നത്. എന്തുകൊണ്ടായിരുന്നു? ആ പദ്ധതി തകർത്തതുകൊണ്ടല്ലേ? പദ്ധതിക്ക് ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ? 2016 LDF വന്നിരുന്നില്ലെങ്കിൽ ഈ റോഡ് നാഷണൽ ഹൈവേ
ഇന്നത്തെ നിലയിൽ കാണുമായിരുന്നോ? കുറച്ചു കഴിഞ്ഞാൽ നല്ല വേഗതയിൽ പോകുന്ന റോഡായിട്ടത് മാറുമല്ലോ. ആ നിലയിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും തടയാൻ പറ്റുമെന്ന് ചിലർ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തടയാൻ കഴിയുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിശ്ചയിച്ചതുപോലെ നടത്തും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് യാതൊരു സംശയവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ പദ്ധതികൾ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ കിഫ്ബി മുഖേന പദ്ധതികൾ നടപ്പാക്കുന്നത് തടയാൻ വേണ്ടിയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞത്. ഒരു ചോദ്യം കേന്ദ്രത്തോട് സ്വാഭാവികമായും ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ, കേന്ദ്രത്തിൻ്റെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരൊക്കെ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ് വായ്പാ പരിധിയിൽ പെടുത്തിയിട്ടില്ലല്ലോ. അതിനുത്തരവില്ല. പറഞ്ഞ ഉത്തരം, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് പെടുത്താതെ കിഫ്ബി ഇതിൽ പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും കിഫ്ബിക്ക് ഉണ്ടായിട്ടില്ല. അതിന് കൃത്യമായ വരുമാനം നേരത്തെ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിലുള്ളൊരു വരുമാനം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതാണ് തോന്നുന്നത്. ഏതായാലും കിഫ്ബിയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുക, തടയുക, അതാണ് ഉദ്ദേശമെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ സംസ്ഥാനത്തിന് കഴിയില്ല. നമുക്കത് ആവശ്യമാണ്. നമുക്ക് വിവിധ മേഖലയിൽ വികസിക്കണം, വിവിധ മേഖലയിൽ പുരോഗതി ഉണ്ടാവണം, അതിന് പണം ചെലവിടണം. ആ പണം ചെലവിടാൻ മാത്രം നമ്മുടെ സംസ്ഥാന ഖജനാവിന് ഇപ്പോൾ ശേഷിയില്ല. അതിന് മറ്റൊരു സ്രോതസ് വേണം. ആ കിഫ്ബിക്ക് അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ മാറ്റം അടക്കം കൊണ്ടുവന്ന് കിഫ്ബിയെ നിലനിർത്തുമെന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു തരത്തിലുള്ള തകർച്ചക്കും നാടിൻ്റെ തകർച്ചയ്ക്കിടയാക്കുന്ന ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ മേഖല എത്ര വലിയ തകർച്ചയായിരുന്നു നേരിട്ടത്. 2016 എന്തൊരു വേദനയായിരുന്നു പൊതുവിദ്യാഭ്യാസ തൽപരരായ ആളുകൾക്ക്. ഇപ്പം ആരുടെയെങ്കിലും മനസ്സിൽ വേദനയുണ്ടോ? നേരത്തെ 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയി എന്ന് പരാതിപ്പെട്ട സ്ഥാനത്തല്ലേ 10 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിനെ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്കല്ലേ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുട്ടികളുടെ പിഞ്ചു മനസ്സിൽ ദേശവിരുദ്ധമായ വികാരങ്ങൾ, ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നടത്തുമ്പോൾ അരുത് എന്ന് പറയാൻ കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടായല്ലോ. നിങ്ങൾ പറയുന്നത് അതേപോലെ പഠിപ്പിക്കാനല്ല, ഞങ്ങൾ യഥാർത്ഥ വസ്തുക്കൾ തന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പാഠപുസ്തകങ്ങൾ ആ തരത്തിൽ തയ്യാറാക്കിയല്ലോ. നല്ല മികവോടെ വിദ്യാഭ്യാസം നിലനിൽക്കുകയല്ലേ. ഉന്നത വിദ്യാഭ്യാസം വെറുതെ എല്ലാവരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. 2016 അവസ്ഥയെടുത്താൽ നമ്മൾ എത്രയോ പുറകിലായിരുന്നു. വിദ്യാഭ്യാസത്തിൽ നമ്മൾ പൊതുവിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നെങ്കിലും മികവിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലായിരുന്നു. 2016 അവസ്ഥയെടുത്താൽ ഒരു യൂണിവേഴ്സിറ്റിയും രാജ്യത്തെ ആദ്യത്തെ 100-നകത്തില്ല. എല്ലാം പുറത്താണ്, അത്ര പുറകിലാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ വിളിച്ച് ചർച്ച ചെയ്തു. ഇത് മാറണ്ടേ എന്ന് ചോദിച്ചു. മാറണമെന്ന് അവർ സമ്മതിച്ചു, അവർ ശ്രമിച്ചു. സർക്കാർ അതിനാവശ്യമായ പിന്തുണ നൽകി. ആ പിന്തുണയിൽ കിഫ്ബിയുടെ പണവുമുണ്ട്. എല്ലാം പൂർണ്ണമായി എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ?
ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 3 യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിൻ്റെതാണ്. കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി. നമ്മുടെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43 സ്ഥാനത്തുമുണ്ട്, 100 പുറത്തല്ല. ഇതാണ് മാറ്റം. നിരവധി കോളേജുകൾ ഇപ്പോ നല്ല മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറേ എണ്ണം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇത് മാറ്റമല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിൽക്കണമെന്നല്ല, ഇനിയും മുന്നേറണം, ഇനിയും മാറണം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളടക്കം ഇങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പ്രോസസ്സിലല്ലേ നമ്മൾ നിൽക്കുന്നത്? ഇവിടെ കേരളത്തെ സംബന്ധിച്ച് 2016 വരെയുള്ള ചിത്രം എന്തായിരുന്നു? ഒരു വ്യവസായവും ഇങ്ങോട്ട് വരില്ല. കാരണം നമുക്ക് പശ്ചാത്തല സൗകര്യമില്ല, മറ്റു കാര്യങ്ങളില്ല, പിന്നെ കുറേ കുറ്റങ്ങൾ, ഇപ്പോൾ എന്തെല്ലാം കുറ്റങ്ങൾ പറയാൻ പറ്റുമോ ആ കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. LDF അധികാരത്തിൽ വന്നപ്പോൾ ക്ഷമാപൂർവമുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റണം. വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു. വ്യവസായികളുടെ യോഗം നടന്നു, തൊഴിലാളി പ്രതിനിധികളുടെ യോഗം നടന്നു, നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വന്നു, ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. അങ്ങനെ പടിപടിയായി ഇപ്പോൾ എവിടെയെത്തി? നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം എന്ന നില കേരളം ആർജിച്ചു. ഇത് UDF ആണെങ്കിൽ സാധിക്കുമായിരുന്നോ? ഇപ്പോൾ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നു. നമുക്ക് പറ്റാവുന്ന വ്യവസായങ്ങളെ നമുക്ക് യോജിക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് പറ്റാവുന്ന ഒരുപാട് വ്യവസായങ്ങളുണ്ട്, നല്ല വ്യവസായങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ആർജിച്ച് അവരാർജിച്ച കഴിവനുസരിച്ചുള്ള തൊഴിൽ നോക്കുമ്പോൾ അതിനു പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ വിഷമിക്കും. ആ സ്ഥാപനങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ തരത്തിലുള്ള മികവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ അവരാ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു, ആവശ്യമായ കോഴ്സുകൾ കൊടുക്കുന്നു. വലിയ മാറ്റമല്ലേ ആ രംഗത്ത് കാണാൻ കഴിയുന്നത്? ഈ മാറ്റം UDFന്റെ കാലത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? UDFനാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അവർക്ക് തമ്മിലടിക്കാനല്ലേ നേരം ഉണ്ടാവൂ, മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല. ഇപ്പം തന്നെ കാണുന്നില്ലേ, ഒന്നും ഇല്ലാതെ തന്നെ ആകാശത്ത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? അതല്ലേ UDFന്റെ പ്രകൃതം. നാടിനോട് പ്രതിബദ്ധത, നാടിൻ്റെ വികസനത്തിൽ താല്പര്യം, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ താല്പര്യം. ഇതാണ് ഒരു ഗവൺമെന്റിന് വേണ്ടത്. അതിനാണ് LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാമായി എന്നല്ല, എന്നാൽ രാജ്യത്ത് കാണുന്ന പലതും ഇല്ലാത്തൊരു നാട് എന്ന് കേരളത്തെ പറ്റി പറയാൻ പറ്റൂ. ഇപ്പോൾ സ്ത്രീകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും വല്ലാത്ത ദ്രോഹം അനുഭവിക്കുന്നു. സ്ത്രീ സുരക്ഷ ഏറ്റവും ഭദ്രമായ നാട് കേരളം എന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ പറ്റൂ. അതല്ലേ വസ്തുത. ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ലല്ലോ.
നാടിൻ്റെ അഭിവൃദ്ധിക്ക് നാടിൻ്റെ ശാന്തിയും സമാധാനവും പ്രധാനമാണ്. അതിൽ ക്രമസമാധാനം ഏറ്റവും പ്രധാനമാണ്. ഇന്ത്യയിലെ ക്രമസമാധാനം ഏറ്റവും ഭദ്രമായി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ നിർവഹണം, അതിനാണ് LDF സർക്കാർ ശ്രമിച്ചു വരുന്നത്. ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാദ് കഴിയാവുന്നത്ര വേഗത്തിൽ അനുഭവിക്കാൻ കഴിയണം. അതിനാണ് ഒട്ടേറെ നടപടികൾ ഓൺലൈനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗതയിൽ ജനങ്ങൾക്ക് അവരപേക്ഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനാവണം. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇനിയും മുന്നേറാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും വലിയ പകയോടെയാണ് കേരളത്തെ വീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരും. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാട് ഇവിടെയുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരും സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ സമീപനം, UDFൻ്റെ സമീപനം വളരെ നിഷേധാത്മകമായിരുന്നു. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാ MP-മാരും ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണാൻ തയ്യാറായിട്ടുണ്ട്. നല്ല കാര്യമാണത്. അത്തരം കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. എന്നാൽ പലതിലും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കേരളത്തിന് താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ കേരളത്തെ മുച്ചൂടും മുടിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ കേരളത്തിന് താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാൻ കഴിയണം. ഈ കാര്യത്തിൽ LDF കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്.